രാജ്യസഭാ ചെയർമാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ട് പോലും പാർലമെന്റിലേക്ക് തിരിഞ്ഞു നോക്കില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് അമിത്ഷായ്ക്കുള്ളത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജുവിന്റെ ന്യായം വളരെ വിചിത്രമാണ്. അദ്ദേഹം പറയുന്നത് അമിത്ഷാ പാർലമെന്റിലെ ഓഫീസിൽ വരുന്നുണ്ട്, അതുകൊണ്ട് പാർലമെന്റിൽ വരുന്നില്ല എന്ന് പ്രതിപക്ഷത്തിന് പറയാൻ പറ്റില്ല. അദ്ദേഹം പാർലമെന്റിലെ ഓഫീസിലാണോ ഇരിക്കുന്നത്, അതെയോ അദ്ദേഹത്തിന്റെ മന്ത്രാലയത്തിലെ ഓഫീസിലാണോ ഇരിക്കുന്നത്, ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. പാർലമെന്റ് പ്രവർത്തിക്കുന്ന സമയത്ത് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നുണ്ടോ, ലോകസഭയിലും രാജ്യസഭയിലും വരുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. പാർലമെന്റിലെ എല്ലാ മന്ത്രിമാർക്കും ഓഫീസുണ്ട്, അവിടെ വന്നിരുന്ന ആരെങ്കിലും കാണുകയോ ചായ കുടിച്ച് പോവുകയോ ചെയ്യുന്നതല്ല പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഗവൺമെന്റ് പാർലമെന്റിനോട്, അല്ലെങ്കിൽ ഏത് ഗവൺമെന്റ് പാർലമെന്റിനോട് വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് ഭരണഘടന പറയുന്നത് പാർലമെന്റിലെ ഓഫീസിൽ പോയിരുന്നിട്ട് വിധേയപ്പെടാനാണോ? അതുകൊണ്ട് അസംബന്ധം മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യഥാർത്ഥത്തില് അമിത്ഷാ ഒളിച്ചോടുകയാണ്. ഈ ഒളിച്ചോട്ടം ജനങ്ങൾ കാണുന്നുണ്ട്. ഈ ഒളിച്ചോട്ടത്തിന്റെ ഫലമായിട്ടാണ് പാർലമെന്റിന് പ്രവർത്തിക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത്. നിലവിൽ ഈ FCRA ഭേദഗതിയിൽ വലിയ പ്രതിഷേധങ്ങളുണ്ടെങ്കിലും ആ FCRA ബില്ല് 12-ാം തീയതിയോടുകൂടി അവതരിപ്പിക്കും. ആ ബില്ല് അമിത്ഷാ ആയിരിക്കും അവതരിപ്പിക്കുക എന്നതടക്കം ചില റിപ്പോർട്ടുകൾ വരുന്നു. അതായത് ജനദ്രോഹകരമായിട്ടുള്ളൊരു ബില്ല്, ന്യൂനപക്ഷ വിരുദ്ധമായിട്ടൊരു ബില്ല് അവതരിപ്പിക്കുന്നത് അമിത്ഷയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം തന്നെ ബില്ല് അവതരിപ്പിക്കാൻ അടുത്ത ആഴ്ച 12-ാം തീയതി ലോക്സഭയിൽ എത്തുമെന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഈ FCRA വിദേശ സംഭാവന ചട്ട ബില്ല് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെ പോലും താളം തട്ടിക്കാൻ വഴിവെക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു UAPക്ക് സമാനമായിട്ടുള്ള ഒരു കരിനിയമമാണ് ഈ FCRA മുൻനിർത്തി ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കേവലം വിദേശ സംഭാവനയല്ല ഇവര് ക്രമീകരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, മറിച്ച് ഏതെങ്കിലും തരത്തിൽ വിദേശ സംഭാവന സ്വീകരിക്കുന്ന സംഘടനകളെ മൊത്തം നിയന്ത്രിക്കാൻ വേണ്ടിയും അവരുടെ സ്വത്തുവകകൾ കവർന്നെടുക്കാനും വഴിവെക്കുന്ന വ്യവസ്ഥകളാണ്, കിരാത വ്യവസ്ഥകളാണ് ഈ FCRA ബില്ലിലുള്ളത്. ഈ ബില്ലിലെ ഓരോ വ്യവസ്ഥയും എങ്ങനെയാണ് പ്രതികൂലമായിട്ട് ഈ വിഭാഗങ്ങളെ ബാധിക്കുക എന്നുള്ള കാര്യം ഞങ്ങളെല്ലാം പ്രതിപാദിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേങ്കിൽ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. FCRA ബില്ലിനെ ഞങ്ങൾ അതിശക്തമായി പാർലമെന്റിലെ ഇരുസഭകളിലും എതിർക്കുന്നതാണ്.